കേശവൻ പറഞ്ഞു. ഒന്നും പാണ്ഡവർ മറക്കുകയില്ല സഞ്ജയ. അവർ കൗരവരോട് ക്ഷമിക്കുമായിരിക്കാം, എന്നാൽ ഒരിക്കലും ഒന്നും മറക്കുകയില്ല. സഞ്ജയ, ഞാൻ നേരിട്ട് ഹസ്തിനപുരിയിലേക്ക് പോവാം. സമാധാനത്തിനായി ഞാൻ ധൃതരാഷ്ട്രരോടും ദുര്യോധനനോടും കൗരവപക്ഷത്തോടും സംസാരിക്കാം. ഏത് വിധേനയും യുദ്ധം ഒഴിവാക്കുവാൻ കഴിഞ്ഞാൽ അതിൽ പരമൊരു ഉചിതമായ കാര്യം വേറെയില്ല. ധർമ്മത്തിന്റെ പൊരുൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ നല്ലത്. എന്നെ അവർ സ്വീകരിക്കുമെന്നും ഞാൻ പറയുന്നത് കേൾക്കുവാൻ അവർ മനസ്സ് കാണിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അല്ലാത്ത പക്ഷം ഗാന്ധീവമേന്തി ദേവദത്തം മുഴക്കി അഗ്നിദേവൻ സമ്മാനിച്ച സ്വർണ്ണരഥത്തിൽ അർജുനൻ യുദ്ധത്തിനിറങ്ങും. അവന്റെ കൂടെ കൗരവരുടെ 11 അക്ഷൗഹിണി വിചാരിച്ചാലും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത ഭീമസേനനും കാണുമെന്ന് ഓർക്കുക. യുദ്ധം അരങ്ങേറുകയാണെങ്കിൽ സ്വന്തം കർമ്മബലത്തിന്റെ തീജ്വാലയിൽ കൗരവർ കത്തിയമരും. ദുര്യോധനൻ മഹാവൃക്ഷമാണ്. കർണനാണ് ആ വൃക്ഷത്തിന്റെ തടി. ശകുനിയാണ് ശാഖകൾ. ദുശാസനൻ ആ മരത്തിലെ പൂക്കളും കായ്ക്കളുമാണ്. അജ്ഞാനിയായ ധൃതരാഷ്ട്രരാണ് ആ മരത്തിന്റെ തായ്വേര്. എന്നാൽ യുധിഷ്ഠിരനെയാണ് മഹാവൃക്ഷമായി കണക്കാക്കുന്നതെങ്കിൽ ആ വൃക്ഷത്തിന്റെ പ്രധാന തടി അർജുനനാണ്. ഭീമസേനനാണ് ശാഖകൾ. നകുല സഹദേവന്മാരാണ് പുഷ്പങ്ങളും കായ്കളും. ബ്രാഹ്മണന്മാരാണ് ആ മഹാവൃക്ഷത്തിന്റെ വേരുകൾ. സഞ്ജയ, ധൃതരാഷ്ട്രരും പുത്രന്മാരും അതിഘോരമായ വനമാണെങ്കിൽ പാണ്ഡവർ ആ വനത്തിൽ വിഹരിച്ചു നടക്കുന്ന കടുവകളാണ്. വനമില്ലെങ്കിൽ കടുവകൾക്ക് നിലനിൽപ്പില്ല. അതുപോലെ തന്നെ കടുവകളാണ് വനത്തിനെ സംരക്ഷിക്കുന്നതും. കടുവകൾ ഇല്ലെങ്കിൽ വനത്തെ മനുഷ്യർ നിർഭയം കയ്യേറി നശിപ്പിക്കും. വനവും കടുവകളും കണക്കെ കൗരവരും പാണ്ഡവരും പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ്. പരസ്പരം സഹകരിച്ചാൽ രണ്ടുപേർക്കും ഗുണം ചെയ്യുകയേയുള്ളൂ. സഞ്ജയ, ധൃതരാഷ്ട്രപുത്രന്മാർ വള്ളിച്ചെടികൾ പോലെയാണ്. പാണ്ഡവർ വൃക്ഷവും. വൃക്ഷമില്ലെങ്കിൽ വള്ളിച്ചെടിക്ക് പടർന്ന് പന്തലിക്കുവാനോ സൂര്യപ്രകാശത്തിനായി മുകളിലേക്ക് എത്തിപ്പെടുവാനോ കഴിയുകയില്ല. സഞ്ജയ, പാണ്ഡവർ സമാധാനത്തിനായി നിൽക്കുകയാണ്, കൗരവർ യുദ്ധത്തിനായും. ധൃതരാഷ്ട്രരോടും കൗരവപക്ഷത്തോടും ചിന്തിച്ച് തീരുമാനമെടുക്കുവാൻ പറയുക. പാണ്ഡവർ സമാധാനം ആഗ്രഹിക്കുന്നു, എന്നാൽ അവർക്ക് യുദ്ധം ചെയ്യുവാൻ ഒരു മടിയുമില്ല എന്ന് കൗരവപക്ഷത്തെ നന്നായി ഓർമ്മപ്പെടുത്തുക സഞ്ജയ.